മാറാകട്ടെ. ഇന്നത്തെ രാത്രിയിലും വീണ്ടും റോമാലേഖന ബന്ധത്തിൽ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ ആ ശ്രേഷ്ഠമായ കരുതലും കൃപയും നമുക്ക് ഓരോ നിമിഷവും അനുഭവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ കർത്താവ് നമ്മെ ബലപ്പെടുത്തുമാറാകട്ടെ. കഴിഞ്ഞ ദിവസം പാപത്തെക്കുറിച്ച് പഠിക്കുന്ന കൂട്ടത്തിൽ അതിൽ ഒരു സബ്ജക്ട്, പാപത്തിൻ്റെതായ ഒരു സബ്ജക്റ്റാണ് വിഗ്രഹാരാധന എന്നുള്ള വിഷയമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിക്കുവാനായിട്ട് ഇടയായത്. ഒരു ഹോംവർക്ക് തന്നിട്ടുണ്ടായിരുന്നു. എത്ര പേര് അത് നോക്കി? എത്ര പേർക്ക് പറയാൻ പറ്റും? പറഞ്ഞല്ലേ? ഓക്കെ. അപ്പൊ 20, 21, 24 അത് കറക്റ്റാണ്. അപ്പൊ 21ഉം 24ഉം. അപ്പം അങ്ങനെ ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. അങ്ങനെയെങ്കിലും അത് വായിക്കാൻ നിങ്ങൾ കാണിച്ച ഉത്സാഹത്തിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിവസം നമ്മളപ്പം പാപത്തെക്കുറിച്ച് പഠിച്ച കൂട്ടത്തിൽ നമ്മൾ പഠിച്ചതാണ് വിഗ്രഹാരാധന പാപമാണ് എന്ന് പഠിക്കുവാനായിട്ട് ഇടയായി. അതില് ദൈവം അവരെ ഏതിലൊക്കെ ഏൽപ്പിച്ചു, 3 കാര്യങ്ങളിൽ അവരെ ഏൽപ്പിക്കാൻ ഇടയായി. വിഗ്രഹങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ 3 കാര്യങ്ങൾക്കാണ് അവരെ ഏൽപ്പിക്കുവാനായിട്ട് ഇടയായി. ഏത് 3 കാര്യങ്ങളാണെന്ന് ഓർമ്മയുണ്ടോ? ആമേൻ. ഓ സ്തോത്രം. അപ്പൊ വളരെ ഉത്സാഹത്തോടെ പഠിക്കുന്നുണ്ടെന്നുള്ളതിന്റെ ഒരു നല്ല ഇതാണ് എനിക്ക് കിട്ടുന്നത്. അതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. 1-ാം അധ്യായം 24-ാം വാക്യം, ദൈവം അവരെ അശുദ്ധിയിൽ ഏൽപ്പിച്ചു. 1-ാം അധ്യായം 26-ാം വാക്യം, അപമാന രാഗങ്ങളിൽ ഏൽപ്പിച്ചു. 28-ാം വാക്യം, നികൃഷ്ട ബുദ്ധിയിൽ ഏൽപ്പിച്ചു കളഞ്ഞു. അവരവരുടേതായ ആ വിഗ്രഹത്തിൻ്റെതായ പ്രവൃത്തിയിൽ 3 കാര്യങ്ങൾക്കാണ് അവർ ഏൽപ്പിക്കുവാനായിട്ട് ഇടയായത്. ഓക്കെ. പിന്നെ പിശാച് ശക്തിമാനല്ല, പിന്നെ ആരാണെന്നാ പഠിപ്പിച്ചത്? ആരാ പറഞ്ഞേ? ഉബായി. നല്ലൊരു വാക്കാണ്. തന്ത്രശാലി. ഉബായി തന്ത്രശാലിയാണ്. പിശാച് എന്ത് ആകാനാണ്? മറ്റുള്ളവരെ ദൈവത്തെ പോലെ ആകാൻ. പ്രൈസ് ദി ലോർഡ്. അപ്പോ ആ വിഗ്രഹത്തോടുള്ള ബന്ധത്തില് അത്രയും കാര്യങ്ങൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് ധാർമ്മിക ബോധമുള്ള മനുഷ്യനെ കുറിച്ച് പഠിക്കാൻ പോകുന്നത്. അതും പാപത്തിന്റെ ആണ്. ലേഖനം 2-ാം അധ്യായം അതിന്റെ 11, 12 വാക്യങ്ങൾ. റോമർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിന്റെ 11, 12 വാക്യങ്ങൾ ഒന്ന് വായിക്കാം. ദൈവത്തിന്റെ പക്കൽ മുഖപക്ഷമില്ലല്ലോ. ന്യായപ്രമാണമില്ലാതെ പാപം ചെയ്തവരൊക്കെയും ന്യായപ്രമാണം കൂടാതെ നശിച്ചു പോകും. ന്യായപ്രമാണം ഉണ്ടായിട്ട് പാപം ചെയ്തവരൊക്കെയും ന്യായപ്രമാണത്താൽ വിധിക്കപ്പെടും. ആമേൻ. അപ്പോ ദൈവത്തെ കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ദൈവത്തിന് മുഖപക്ഷമില്ല. അതിനർത്ഥം എല്ലാവരെയും ദൈവം വിധിക്കും. പക്ഷേ അതിനൊരു കാലതാമസം വന്നിട്ടുണ്ട്. 2:4 പറയുകയാണ്, അല്ല, ദൈവത്തിന്റെ ദയ നിന്നെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നു എന്നറിയാതെ നീ അവന്റെ ദയ, ക്ഷമ, ദീർഘശാന്തി എന്നിവയുടെ ഐശ്വര്യം നിരസിക്കുന്നുവോ? 2:3 വായിച്ചാട്ട്. ആവക പ്രവർത്തിക്കുന്നവരെ വിധിക്കുകയും അത് തന്നെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന മനുഷ്യ, നീ ദൈവത്തിന്റെ വിധിയിൽ നിന്ന് തെറ്റിയൊഴി. അപ്പൊ ദൈവത്തിന്റെ ഒരു വിധിയുണ്ട്. അതിൽ എല്ലാവരെയും ദൈവം വിധിക്കുവാൻ ഇടയാകുമെന്നുള്ളത് അവിടെ നമ്മൾ കാണുവാൻ ഇടയാകുന്ന കാര്യമാണ്. അപ്പം അപ്പോസ്തല പ്രവൃത്തി 17:30 പറയുകയാണ്, ഇപ്പോൾ ശിക്ഷിക്കാത്തതിന്റെ കാരണം. എന്നാൽ അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് മനുഷ്യരോട് കൽപ്പിക്കുന്നു. ഇപ്പോൾ എല്ലാവരും മാനസാന്തരപ്പെടണമെന്നുള്ളതാണ് ദൈവം കൽപ്പിക്കുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ദൈവം ഈ കാലതാമസം വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ തെറ്റ് ചെയ്യുന്നില്ല, കൈക്കൂലി മേടിക്കുന്നില്ല, അരുതാത്തത് നോക്കുന്നില്ല എന്നുള്ള ധാർമ്മിക ബോധമുള്ളവരും എന്തിന് കീഴിലാണ്? സ്വയമേ വിധിക്കുകയാണ്. തങ്ങൾ ഒന്നും തന്നെ ചെയ്യുന്നില്ല, തങ്ങൾ ഒരു തെറ്റും ചെയ്യുന്നില്ല, നല്ല മനുഷ്യനായിട്ട് ജീവിക്കുകയാണെന്ന് പറയുന്ന വ്യക്തി പോലും എന്തിനു കീഴിലാ? പാപത്തിന് കീഴിലാണ്. ഓക്കെ. അതാണ് അവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുവാനായിട്ട് ഉദ്ദേശിക്കുന്നത്. എബ്രായ ലേഖനം 9-ാം അധ്യായം 27-ാം വാക്യത്തിൽ പറയുകയാണ്, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് ദൈവം നിയമിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്തിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ദൈവം മനുഷ്യനെ വിധിക്കുന്നത്? അത് നമുക്ക് 3 കാര്യങ്ങളാണ് പാരാമീറ്റേഴ്സ്. അതായത് ദൈവം നോക്കുന്നതായ
ആ അളവുകോൽ എന്ന് പറയുന്നത് 3 കാര്യങ്ങളിലാണ്. 2-ാം അധ്യായം 12 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ 3 കാര്യം നമുക്ക് അറിയുവാനായിട്ട് കഴിയും. ഒന്ന്, ന്യായപ്രമാണം വെച്ചാണ് ദൈവം വിധിക്കുവാനായിട്ട് പോകുന്നത്. രണ്ടാമത്തത്, മനസാക്ഷി വെച്ചിട്ടാണ് ദൈവം വിധിക്കാൻ പോകുന്നത്. മൂന്നാമത്തത്, കേട്ടതായ സുവിശേഷം വെച്ചിട്ടാണ് വിധിക്കുവാനായിട്ട് പോകുന്നത്. അതായത് സുവിശേഷം കേട്ട് നമ്മളെ ദൈവം എന്തിന്റെ പേരിലാണ് ന്യായം വിധിക്കുന്നത്. അപ്പൊ നമ്മൾ സുവിശേഷം കേട്ടു, ദൈവസന്നിധിയിലായി, പിന്നെ ഒരു ന്യായം വിധി ഉണ്ടോ നമുക്ക്? പിന്നെ എന്തിനാണ് നമ്മെ ന്യായം വിധിക്കുന്നത് എന്ന് ചോദിച്ചാൽ, സുവിശേഷം കേട്ടിട്ടും രഹസ്യ ജീവിതം ശരിയാക്കിയിട്ടില്ല എങ്കിൽ അതിന്മേലും ദൈവം ന്യായം വിധിക്കുവാനായിട്ട് ഇടയാകും. എത്ര പേർക്ക് അതിന്റെ കാര്യങ്ങൾ മനസ്സിലായി? റോമാലേഖനം 2:16 വായിച്ചാട്ട്. ദൈവം യേശുക്രിസ്തു മുഖാന്തരം മനുഷ്യരുടെ രഹസ്യങ്ങളെ എന്റെ സുവിശേഷ പ്രകാരം ന്യായം വിധിക്കുന്ന നാളിൽ തന്നെ. കണ്ട, എന്റെ സുവിശേഷ പ്രകാരം പൗലോസിന്റെ ഒരു പ്രത്യേക വാക്കാണ് കേട്ടോ എന്റെ സുവിശേഷം എന്നുള്ളത്. കാരണം താൻ അത്രമാത്രം അതിനെ അഡോപ്റ്റ് ചെയ്തത് കൊണ്ടാണ് നമ്മളെല്ലാം കർത്താവിന്റെ സുവിശേഷം എന്ന് പറയുമ്പോൾ ആ സുവിശേഷത്തിൽ താൻ അലിഞ്ഞു ചേർന്ന് നിന്നതുകൊണ്ടാണ് എന്റെ സുവിശേഷം എന്ന വാക്ക് നമുക്ക് പലപ്പോഴും അപ്പോസ്തലനായ പൗലോസിന്റെ ലേഖനങ്ങളിൽ കാണുവാനായിട്ട് കഴിയുന്നത്. അവിടെ പറയുകയാണ്, ആകയാൽ അപ്പോ സഭാപ്രസംഗിയും പറയുന്നുണ്ട് 12:14, എല്ലാറ്റിന്റെയും സാരം കേൾക്കുക, സകല രഹസ്യങ്ങളുമായി ദൈവം നമ്മളെ ന്യായാസനത്തിലേക്ക് വരുത്തുമല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോ നമ്മൾ ഇടുന്ന മാർക്കല്ല, നമ്മൾ ഇടുന്ന വിധിയല്ല ദൈവം നമ്മെ വിധിക്കുവാനായിട്ട് ഇടയാകും. 1 കൊരിന്ത്യർ 4:3-5 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. 1 കൊരിന്ത്യർ 4:3-5 വരെയുള്ള വാക്യങ്ങൾ. നിങ്ങളോ മനുഷ്യർ കഴിക്കുന്ന വല്ല വിസ്താരത്തിലോ എന്നെ വിധിക്കുന്നത് എനിക്ക് എത്രയും എനിക്കത് ലഘുകാര്യമാണ്. ഞാൻ എന്നെ തന്നെ വിധിക്കുന്നതുമില്ല. പിന്നെ അടുത്ത വായിക്കാം. എനിക്ക് യാതൊരു കുറ്റത്തെക്കുറിച്ചും ബോധമില്ലെങ്കിലും അതിനാൽ ഞാൻ നീതിമാൻ എന്ന് വരികയില്ല. അതാണ് ഏറ്റവും പ്രധാനം. കാരണം നമ്മള് ഇപ്പോൾ തിരുമേശയുടെ മുമ്പിൽ പോലും നിൽക്കുമ്പോൾ എനിക്ക് എന്റെ തെറ്റിനെ കുറിച്ച് ബോധം വരുന്നില്ല എന്ന് പറഞ്ഞ് നാം സ്വയമേ അതിൽ നീതീകരിക്കപ്പെടുക, ഞാൻ തന്നെത്താൻ നീതീകരിക്കപ്പെടുക. ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട്, അറിയാം, പക്ഷെ അതൊന്നും എന്നെ വിധിക്കുവാൻ ഞാൻ യോഗ്യ, ഞാൻ അതിലേക്ക് കരം നീട്ടുകയാണ്. അപ്പോ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, അങ്ങനെയുള്ള ബോധത്തിലാണെങ്കിലും അതിൽ നാം തെറ്റുകാരാണ് എന്ന് ഓർപ്പിക്കുന്നതാണ്, പാപികളാണ്. കാരണം എന്താ? ഞാൻ തെറ്റ് ചെയ്തിട്ടും അത് എന്റെ ജീവിതത്തിൽ തെറ്റായി എനിക്ക് തോന്നുന്നില്ലെങ്കിലും ദൈവം അതിന്മേൽ വിധിക്കുവാനിടയാകും എന്നുള്ളതാണ് നമ്മെ പഠിപ്പിക്കുന്ന ഒരു വിഷയം. അതായത് ധാർമ്മിക ബോധം. എവറി ടൈം ഐ ആം റൈറ്റ്, ബോസ് ഈസ് ഓൾവേസ് റൈറ്റ് എന്ന് പറയുന്ന പോലെ എന്ത് തെറ്റ് പറഞ്ഞാലും ബോസ് ശരിയാണ് എന്ന് പഠിപ്പിക്കുന്നത് പോലെയല്ല കർത്താവ് പറയുന്നത്. നമ്മുടെ ധാർമ്മികമായ നമ്മുടെ നിലപാടനുസരിച്ചല്ല ദൈവം നമ്മെ വിധിക്കുന്നത്. ദൈവത്തിന്റെ ഞാൻ പറഞ്ഞല്ലോ 3 കാര്യങ്ങൾ. ഒന്ന്, ന്യായപ്രമാണം സംബന്ധിച്ച്, ന്യായപ്രമാണമുള്ളവരെ ന്യായപ്രമാണം സംബന്ധിച്ച് വിധിക്കുവാനിടയാകും. നമ്മുടെ മനസാക്ഷി സംബന്ധിച്ച് വിധിക്കുവാനിടയാകും. കേട്ട സുവിശേഷ പ്രകാരം വിധിക്കുവാനായിട്ട് ഇടയാകും. അപ്പോ ഒന്നാമതായിട്ട് വിഗ്രഹാരാധന പാപമാണെന്ന് പഠിച്ചു. 2, നമ്മുടെ ധാർമ്മിക ബോധം, അത് ധാർമ്മിക ബോധമുള്ള മനുഷ്യനും എന്താണ്? പാപിയാണെന്ന് പഠിച്ചു. ഇനി പാപത്തിന്റെ അടുത്ത ഒരു തലമാണ് പാരമ്പര്യത്തിലും ആചാരങ്ങളിലും ആശ്രയിക്കുന്ന മതഭക്തർ. 3ാമത്തെ ഒരു കൂട്ടരാണ് മതഭക്തന്മാർ. അവർ പറയുന്നത് ഞങ്ങളെല്ലാം നല്ലവരാണ്, കാര്യം ഞങ്ങളെല്ലാം ചെയ്യുന്നു. ഒരു പരീക്ഷന്റെ പ്രാർത്ഥന നമുക്കറിയാം അല്ലെ? എന്തായിരുന്നു? എല്ലാ കാര്യങ്ങളും, അതുപോലെ തന്നെ ചതുകപ്പ, ജീരകം എന്നീ കാര്യങ്ങൾക്കെല്ലാം തക്കതുപോലെ ന്യായപ്രമാണം എന്ന് പറഞ്ഞിരിക്കുന്നു. അത് പ്രകാരം തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതായ യഹൂദനും ഇത് ഈ പാപത്തിൻ കീഴിൽ വരുമെന്ന് അപ്പോസ്തലനായ പൗലോസ് വെളിപ്പെടുത്തിയ 2-ാം അധ്യായം 17-ാം വാക്യം ഒന്ന് വായിക്കാം. 2:17 മുതൽ 3:8 വരെയാണ് പാരമ്പര്യത്തിലും ആചാരങ്ങളിലും ആശ്രയിക്കുന്ന മതഭക്തന്മാരെ കുറിച്ച് പറഞ്ഞത്. 2:17 മുതൽ 3:8 വരെയുള്ള വാക്യങ്ങളിൽ. 2:17 വായിക്കാം. നീയോ യഹൂദൻ എന്ന പേർ കൊണ്ടും ന്യായപ്രമാണത്തിൽ ആശ്രയിച്ചും ദൈവത്തിൽ പ്രശംസിച്ചും ന്യായപ്രമാണത്തിൽ നിന്ന് പഠിക്കയാൽ അവന്റെ ഇഷ്ടം അറിഞ്ഞും
ഭേദാഭേദങ്ങൾ വിവേചിച്ചും ജ്ഞാനത്തിന്റെയും സത്യത്തിന്റെയും സ്വരൂപം ന്യായപ്രമാണത്തിൽ നിന്ന് നിനക്ക് ലഭിച്ചതുകൊണ്ട് നീ കുരുടർക്ക് വഴികാട്ടുന്നവർ. നോക്കിക്കേ, അവിടെ ന്യായപ്രമാണത്തിൽ ദൈവം എന്താണ് ആഗ്രഹിച്ചത് അതല്ല അവർ കൊടുക്കുവാനായിട്ടിടയായത്. അവർ കൊടുക്കുവാനിടയായത്. അതുകൊണ്ടാണ് യഹൂദനെയും അപ്പോസ്തലനായ പൗലോസ് വെറുതെ വിടുന്നില്ല. അപ്പോസ്തലനായ പൗലോസ് യഹൂദനോട് കാട്ടുകയാണ്. 21 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഒന്ന് വായിക്കാം. നോക്കിക്കേ, ഇവിടെ യഹൂദനെ കുറിച്ച് പറയുകയാണ്, അകമേ നീ ഒരു യഹൂദനാകണം, പുറമെ മറ്റുള്ളവരെ. ദൈവമോ ഹൃദയങ്ങളെയും അന്തരീന്ദ്രിയങ്ങളെയും ശോധന ചെയ്യുന്നു. അപ്പോ ആത്മീയത എന്ന് പറയുന്നത് ആചാരവും അനുകരണവുമല്ല, ആത്മാവിൽ ദൈവവുമായി ഒരു ബന്ധം സ്ഥാപിക്കുന്നതാണ് ആത്മീയത എന്ന് പറയുന്നത്. യേശു പറയുകയാണ്, നിങ്ങൾ മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് അവരുടെ മുൻപിൽ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. അപ്പോ ഇതാണ് പുറമേ യഹൂദനായിട്ടുള്ളവരോട് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞത്. നിങ്ങൾ മനുഷ്യർക്ക് വിളങ്ങേണ്ടത്, മനുഷ്യരിൽ നിന്ന് പ്രസാദം ലഭിക്കേണ്ടതിനാണ് അവർ നിൽക്കുന്നത് എന്ന് കാണിച്ചുകൊണ്ട് പറയുന്നത്. അപ്പോ ദൈവം ആഗ്രഹിച്ച എന്താണ്? അന്തരംഗത്തിൽ എന്നെ ജ്ഞാനം ഗ്രഹിപ്പിക്കണമേ എന്ന് ദാവീദ് പറയുന്നുണ്ട്. ആത്മാവിലുള്ള പരിച്ഛേദന എന്ന് അപ്പോസ്തലനായ പൗലോസ് രേഖപ്പെടുത്തുമ്പോൾ എന്തുകൊണ്ടാണ് ആത്മാവിലുള്ള പരിച്ഛേദന എന്ന്? അപ്പോ കർത്താവ് യഹോവയായ ദൈവം മുന്നമേ കൊടുത്ത പരിച്ഛേദന, അതിനെ ഹല്ലേലൂയ അപ്പോസ്തലനായ പൗലോസ് നിസ്സംശയം മാറ്റിക്കളഞ്ഞിട്ട് പറയുകയാണ് ആത്മാവിലുള്ള പരിച്ഛേദന. അങ്ങനെയെങ്കിൽ തിരുവെഴുത്തിൽ ആത്മാവിന്റെ പരിച്ഛേദന നമുക്ക് കാണുവാൻ സാധിക്കണം. അപ്പോസ്തലനായ പൗലോസിന് വെറുതെ എടുത്തു പറയാൻ പറ്റത്തില്ല. യഹോവയായ ദൈവം നിയോഗിച്ചതായ ഒരു പരിച്ഛേദന കർമ്മം അത് മാറ്റിയിട്ട് ആത്മാവിന്റെ പരിച്ഛേദന എന്ന് പറഞ്ഞുകൊണ്ട് പുതിയൊരു അവലോകനം അപ്പോസ്തലനായ പൗലോസിന് വെറുതെ കൊണ്ടുവന്നു വിടാൻ പറ്റത്തില്ല. അതിന് മതിയായ തെളിവുകൾ ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണ് ഗമാലിയേലിന്റെ പാദപീഠത്തിൽ ഇരുന്ന് അപ്പോസ്തലനായ പൗലോസ് വ്യക്തമായി പഠിച്ചതുകൊണ്ടാണ് ഇതിന്റെ ആഴങ്ങളിലേക്ക് അപ്പോസ്തലനായ പൗലോസിന് കടക്കുവാനായിട്ട് കഴിഞ്ഞത്. അതിനാസ്പദമായിട്ട് ആവർത്തന പുസ്തകം 10:16 വാക്യം ഒന്ന് വായിക്കാം. ആവർത്തന പുസ്തകം 10:16 വാക്യം. പഴയ നിയമത്തിൽ ആത്മാവിന്റെ അല്ലെങ്കിൽ ഹൃദയത്തിന്റെ പരിച്ഛേദന പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. ആകയാൽ നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിന്റെ അഗ്രചർമ്മം പരിച്ഛേദന ചെയ്യുവിൻ, ഇനിമേൽ ദുശാഠ്യമുള്ളവരാകരുത്. നോക്കിയേ, അപ്പോൾ യഹോവയായ ദൈവവും അവിടെ പറയുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ ഹൃദയത്തിന്റെ പരിച്ഛേദന എന്നുള്ളത്. പിന്നെ എന്തിന് ഈ ന്യായപ്രമാണം? വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ദ ലോ എന്ന് പറഞ്ഞാൽ, ഈ ലോ എന്ന് പറയുന്നത് നമ്മളെ ചൂണ്ടിക്കാണിക്കണം, പാപത്തെ ചൂണ്ടിക്കാണിക്കുവാനാണ് ഈ ന്യായപ്രമാണം എന്ന് പറയുന്നത്. പാപത്തെ ചൂണ്ടിക്കാണിക്കുക എന്ന് പറഞ്ഞാൽ അതുള്ളത് കൊണ്ടാണ് ഞാൻ പാപത്തെ അറിയുവാനിടയായത്. അതാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. ന്യായപ്രമാണം ഉള്ളത് കൊണ്ട് ഞാൻ പാപത്തെ അറിഞ്ഞു. ബട്ട് അതൊരു പരിഹാരമല്ല. പരിഹാരം എവിടെയാ? അത് കർത്താവായ യേശുക്രിസ്തുവിൽ കൂടെ മാത്രമേ ഉള്ളൂ പരിഹാരം. അതുകൊണ്ട് ന്യായപ്രമാണം ഒരു ടൂളാണ്. എന്തിന്റെ ടൂള്? ഞാൻ പാപത്തെ എനിക്ക് തിരിച്ചറിയേണ്ടതിനാണ് ന്യായപ്രമാണം എനിക്ക്. നോക്കിയ റോമാലേഖനം 7:7 വാക്യം വായിക്കാം. ആകയാൽ നാം എന്തു പറയേണ്ടു? ന്യായപ്രമാണം പാപമെന്നോ? ഒരു നാളും അരുത്. എങ്കിലും ന്യായപ്രമാണത്താൽ അല്ലാതെ ഞാൻ പാപത്തെ അറിഞ്ഞില്ല. നോക്കിയ, ന്യായപ്രമാണത്താൽ അല്ലാതെ ഞാൻ പാപം അറിഞ്ഞില്ല. ന്യായപ്രമാണം ഉള്ളത് കൊണ്ടാണ് എന്റെ ജീവിതത്തെ എനിക്ക് നോക്കുവാനായിട്ട് പറ്റിയത്. നമ്മളെ തന്നെ ഒരു കണ്ണാടിയിലേക്ക് നോക്കുമ്പോൾ എന്നിലുള്ള പുറമേ ഉള്ള കുറവുകൾ എനിക്ക് കാണുവാൻ സാധിച്ചത് ഞാൻ ആ കണ്ണാടി നോക്കിയതുകൊണ്ടാണ്. അതേപോലെ തന്നെയാണ് നമ്മുടെ പാപമാണോ എന്റെ ജീവിതത്തിൽ വന്നത് എന്ന് അറിയേണ്ടതിന് ന്യായപ്രമാണമാണ് എനിക്ക് യോഗ്യമായി തീർന്നത്. 3:24 ഗലാത്യർ 3:24 3:19 വായിക്കാം. എന്നാൽ ന്യായപ്രമാണം എന്തിന്? 3:19 ഗലാത്യ ലേഖനം 3:19. എന്നാൽ ന്യായപ്രമാണം എന്തിന്? വാഗ്ദത്തം ലഭിച്ച സന്തതി വരുവോളം അത് ലംഘനങ്ങൾ നിമിത്തം കൂട്ടിച്ചേർത്തതും ദൂതന്മാർ മുഖാന്തരം മധ്യസ്ഥന്റെ കയ്യിൽ ഏൽപ്പിച്ചതുമത്രേ. നോക്കിയേ, അപ്പോ ന്യായപ്രമാണം എന്തിന് എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് അവിടെ. അതിന്റെ 24 വാക്യം കൂടി വായിക്കാം.
അങ്ങനെ നാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെടേണ്ടതിന് ന്യായപ്രമാണം ക്രിസ്തുവിന്റെ അടുക്കലേക്ക് നടത്തുവാൻ നമുക്ക് ശിശുപാലകനായി ഭവിച്ചു. നോക്കിയേ, ഇവിടെയാണ് അതിന്റെ പ്രസക്തി ഇരിക്കുന്നത്. വിശ്വാസത്താൽ നീതീകരിക്കപ്പെടേണ്ടതിന് ന്യായപ്രമാണം ക്രിസ്തുവിന്റെ അടുക്കലേക്ക് നടത്തുവാൻ നമുക്ക് ശിശുപാലകനായി ഭവിച്ചു. അപ്പൊ ന്യായപ്രമാണം എന്തിനായിരുന്നു? ക്രിസ്തുവിലേക്ക് നടത്തപ്പെടേണ്ടതിന് ഒരു ശിശുപാലകനായി നമ്മെ നയിക്കേണ്ടതിനാണ് നമുക്ക് കാണുവാനായിട്ട് കഴിഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഒരു ലാബും ഡോക്ടറിന്റെ അടുത്ത് ചെല്ലുമ്പോൾ നമുക്ക് ഇന്ന ടെസ്റ്റ് ഒക്കെ എഴുതും അല്ലെ. ഡോക്ടർ ടെസ്റ്റ് ഒക്കെ എഴുതിയിട്ട് ലാബിൽ പോയി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറയും. നമ്മൾ പോയി ബ്ലഡ് കൊടുക്കും. അവിടുത്തെ ലാബിലുള്ള അവര് നോക്കി അതിന്റെ റിസൾട്ട് തരും. പക്ഷേ അവിടുത്തെ ആളോട് ചോദിച്ചാൽ അവർക്ക് വ്യക്തമായ ഒരു മറുപടി പറയാനായിട്ട് കഴിയത്തില്ല. പക്ഷെ ഇതിനുള്ള ഉത്തരം എവിടെന്നാ പറയുന്നത്? ഈ ഡോക്ടറിന്റെ അടുത്ത് ചെല്ലുമ്പോൾ ഇതിന്റെ കുറിപ്പ് നോക്കിയിട്ട് അല്ലെങ്കിൽ ഈ ടെസ്റ്റിന്റെ അനലൈസിസ് റിപ്പോർട്ട് നോക്കിയിട്ടാണ് പറയുന്നത് ഈ ഇന്ന കുഴപ്പങ്ങളുണ്ട്, കുറവുകളുണ്ട് എന്ന് പറയുന്നത്. അത് പ്രകാരം തന്നെയാണ് ശിശുപാലകനായി ഭവിച്ചത്. ന്യായപ്രമാണം കൊണ്ട് അത് ശിശുപാലകനായി ഭവിപ്പാനായിട്ട് ഇടയായി. അതുകൊണ്ട് തിരുവെഴുത്തുകളെ ശോധന ചെയ്ത് നിത്യജീവൻ ഉണ്ട് എന്ന് നിരൂപിക്കുന്ന ആ പ്രിയപ്പെട്ടവരോടുള്ള ബന്ധത്തിലാണ് പറയുന്നത്. അവ യേശുവിനെ കുറിച്ച് സാക്ഷ്യം പറയണം. അവരെല്ലാം യേശുവിലേക്ക് നാം എത്തിച്ചേരണം. ഇതിന്റെ എല്ലാം മൂല കാരണം എന്ന് പറഞ്ഞാൽ എന്ത് നോക്കിയാലും അവരെല്ലാവരും യേശുവിലേക്ക് വരുവാനായിട്ട് ഇടയാകണം എന്നുള്ള കാര്യമാണ് ഇവിടെ വെളിപ്പെടുത്തുവാനായിട്ട് ഇടയാകുന്നത്. അപ്പോൾ ഇവിടെ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 39-40 വാക്യം. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 39-40 വാക്യം. നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നു, അവയിൽ നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ട് എന്ന് നിങ്ങൾ നിരൂപിക്കുന്നുവല്ലോ. അവ എനിക്ക് സാക്ഷ്യം പറയുന്നു. എങ്കിലും ജീവൻ പ്രാപിക്കേണ്ടതിന് എന്റെ അടുക്കൽ വരുവാൻ നിങ്ങൾക്ക് മനസ്സില്ല. നോക്കിയേ, അപ്പോ ഇതിൽ കൂടെ കിട്ടുമെന്നാണ് ഒരു ന്യായപ്രമാണത്തിൽ ഈ പാരമ്പര്യ ആചാരങ്ങളിൽ കൂടെ കിട്ടുമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. എങ്കിലും എന്റെ അടുക്കൽ വരുവാൻ മനസ്സില്ല. ഇന്ന് പാരമ്പര്യ ക്രിസ്ത്യാനികളുടെ അടുത്ത് പറയാൻ പറ്റിയ ഒരു വാക്യമാണിത്. കാരണം ഇവരെല്ലാം പറയുന്നത് എന്താണെന്നറിയാമോ? ആചാരങ്ങൾ, ഞങ്ങളുടെ തലമുറയായി കൊണ്ടുവന്ന ആചാരങ്ങളാണ്. ഈ ആചാരങ്ങളിൽ കൂടെയാണ് ഞങ്ങൾക്ക് ക്രിസ്തുവിനെ കാണുവാൻ കഴിഞ്ഞത് എന്ന് പറയുമ്പോൾ അപ്പോഴും അവർക്ക് ക്രിസ്തുവിന്റെ അടുക്കലേക്ക് വരുവാനായിട്ട് സാധിക്കുന്നില്ല. റോമർ 3:20 വാക്യത്തിൽ പറയുന്നു, അതുകൊണ്ട് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും അവന്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല എന്നുള്ളത് അസന്ദിഗ്ധമായി വിളിച്ചു പറയുന്ന ഒരു വചനമാണ്. ഹല്ലേലൂയ. ദൈവമായ കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ സഹായിക്കട്ടെ. കാരണം ഇന്നത്തെ നമ്മുടെ സമയം ഇവിടെ തീർന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് പഠിച്ച 2 കാര്യങ്ങളാണ്. ഒന്ന്, ധാർമ്മിക ബോധമുള്ള മനുഷ്യനും പാപിയാണ്. പാരമ്പര്യത്തിലും ആചാരങ്ങളിലും ആശ്രയിക്കുന്ന മതഭക്തന്മാരും അവരും പാപികളാണ് എന്ന് നാം പഠിക്കുവാനായിട്ട് ഇടയായി. നാളെ ബാക്കി ഇതിലൊന്നും പെടാത്ത മറ്റൊരു ഗ്രൂപ്പ്, എല്ലാത്തിലും നമ്മൾ പറയുമല്ലോ എക്സെട്ര എന്ന് എഴുതത്തില്ലേ, ഇതിലൊന്നും പെടാണ്ട് കിടക്കുന്ന ഗ്രൂപ്പിനെ കുറിച്ചുകൂടെ നമുക്ക് നാളെ പഠിക്കാം. അവരും പാപികളാണ് എന്നുള്ളത് അപ്പോസ്തലനായ പൗലോസ് വെളിപ്പെടുത്തുകയാണ്. എന്നിട്ടാണ് ഈ പാപികൾക്ക് എങ്ങനെയാണ് രക്ഷ ലഭ്യമാകുന്നതെന്ന് വെളിപ്പെടുത്തുന്ന കാര്യങ്ങളിലേക്ക് നമുക്ക് കാണുവാൻ, ഹൗ എ പേഴ്സൺ, എന്താണ് ആ പാപം എന്നുള്ളത് നമുക്ക് അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. കേൾപ്പിക്കപ്പെട്ട വചനം ഓരോ നിമിഷവും നമ്മൾ ഇങ്ങനെ ഓടിച്ചു വായിച്ചു പോയെന്ന് പറഞ്ഞാലും ഇന്നത്തെ ഹോംവർക്ക് എന്ന് പറയുന്നത് റോമാലേഖനം 1, 2, 3 ചാപ്റ്റേഴ്സ് മൊത്തം ഒന്ന് വായിച്ചിട്ട് വരണം. ഹൃദ്യസ്ഥമായിട്ടൊന്ന് വായിക്കണം. അതിൽ നിന്നും പ്രത്യേക ചില ക്വസ്റ്റ്യൻസ് ഞാൻ ചോദിക്കുന്നതായിരിക്കും. റോമാലേഖനം 1, 2 and 3 ചാപ്റ്റേഴ്സ്. ഓക്കെ, കുഴപ്പമില്ലല്ലോ. ആൾക്കാര് ഈ റോമാലേഖനം ഇഷ്ടപ്പെടുന്ന ആൾക്കാര് ഇത് പകർത്തി എഴുതിയെന്നാ പറയുന്നത്. മരിക്കാൻ കിടന്നപ്പോഴും ഇത് പകർത്തി എഴുതിയ ആൾക്കാരുണ്ട്. മരിക്കാൻ കിടന്നപ്പോഴും ഇത് കേൾക്കണമെന്ന് പറഞ്ഞിട്ട് മറ്റുള്ളവരെ കൊണ്ട് വായിച്ച് കേട്ടിട്ട് മരിച്ച പ്രിയപ്പെട്ടവരുണ്ട്. അപ്പൊ അത്രയും അനുഗ്രഹിക്കപ്പെട്ട ലേഖനമായതുകൊണ്ട് വായിച്ചാൽ ഒന്നും പറ്റത്തില്ല. വിധിക്കുന്ന ന്യായപ്രമാണം, ഹൃദയത്തിന്റെ പരിച്ഛേദന എന്നുള്ളത് നാം പഴയ നിയമത്തിലും ദൈവം ആഗ്രഹിച്ച ഒരു കാര്യമാണ് എന്ന് പഠിക്കുവാനായിട്ട് ഇടയായി. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാണ്.